ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നീർദോശയും കടലക്കറിയും ആക്കിയിട്ടോ. അപ്പം നീർദോശ നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള പച്ചരിയും തേങ്ങയും, ചില ആൾക്കാർ ഉള്ളി ചേർക്കും കേട്ടോ. അതിൽ ഉള്ളി ജീരകമൊക്കെ ചേർക്കുന്നവരുമുണ്ട്. അപ്പം ആ ദോശയാണ് പച്ചരി കൂട്ടിയിട്ട് അരച്ച ദോശ. പിന്നെ അപ്പോൾ രാവിലെ ചായയൊക്കെ അതായിരുന്നു. അപ്പം നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഗിരിചേട്ടൻ പോയി കുഞ്ഞിനെ ഉറക്കിയിട്ട് ഞാൻ തുണി അലക്കാൻ വന്നു കേട്ടോ. കുറച്ച് തുണി ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ എപ്പോഴും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടലില്ല തുണി. എന്താ വെച്ചാൽ കുഞ്ഞിനോട് കളിക്കുമ്പോൾ തുണിയിൽ എങ്ങനെയും നല്ലോണം ചെളിയെല്ലാം ഉണ്ടാകും വീട്ടിൽ തന്നെ ആകുമ്പോൾ. അപ്പോൾ പിന്നെ അത് വാഷിംഗ് മെഷീനിലിട്ടാൽ എനിക്കെന്തോ അങ്ങനെ വലിയൊരു തൃപ്തി ആവലില്ല. പിന്നെ എന്തെങ്കിലും നല്ലോണം ക്ഷീണമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനിടും. ബ്ലാങ്കറ്റും അങ്ങനത്തെ എല്ലാം വാഷിംഗ് മെഷീനിൽ തന്നെ ഇടാറ്. എന്നാലും ഇങ്ങനത്തെ തുണിയൊക്കെ ഞാൻ അത്യാവശ്യം കല്ലിൽ തന്നെ അലക്കിയെടുക്കുക ചെയ്യുന്നത്. എന്നാലും എനിക്കൊരു മനസ്സിലൊരു സമാധാനമാണ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ അലക്കി പിന്നെ ആ സമയത്ത് അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തേക്ക് അലക്കാൻ വന്നത്. ചില ദിവസം ഈ അലക്കലേ നടക്കാറില്ല. പിന്നെ അപ്പോഴത്തേക്ക് ഗിരീഷയുടെ മീൻ കൊണ്ടുവന്നു. അപ്പോൾ മീൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇരുന്നു. ഇതിലേക്ക് മോൻ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി അവനെ എടുത്തിട്ട് വന്നു. പിന്നെ മീൻ വൃത്തിയാക്കാൻ വേണ്ടി ഇരുന്നു. പിന്നെ ഈ മീനിനെ വേളൂരി എന്നാണ് തോന്നുന്നു കേട്ടോ പറയുന്നത്. എനിക്ക് ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ ഇത് വറുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. 1500 പൂച്ചയുണ്ട്. ഇപ്പോഴും ഇതാ എത്ര പൂച്ചയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് പാത്രത്തോടെ എടുത്തുകൊണ്ട് പോകാനാണ് തോന്നുന്നു നിൽക്കുന്നത്. അത്ര ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ എല്ലാത്തിനും ഓടിച്ചു വിട്ടു. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഈ മീൻ ഇങ്ങനെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ആക്കണം. അതായത് എനിക്കൊരു 10 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെങ്കിലും എനിക്ക് സമാധാനമാവും. പിന്നെ ആ മീനിൻ്റെ ചില ആൾക്കാർ പറയാം മീൻ ഇപ്പോൾ ഏത് സാധനമായാലും മീനായാലും ചിക്കനായാലും നല്ലോണം കഴുകിയാൽ അതിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ് പറയുന്നത്. നല്ലോണം കഴുകിയാൽ. ഇത് ഞാൻ പറഞ്ഞാൽ കുളിപ്പിച്ച് പൊട്ട് തൊടിക്കുക ആ പരുവത്തിലാക്കിയിട്ട് ഞാൻ കറി ചട്ടിക്കകത്ത് ഇടുള്ളൂ. അതിപ്പോൾ മീനായാലും ചിക്കനായാലും അങ്ങനെ തന്നെ. എനിക്കിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ബ്ലഡ് ഉണ്ടല്ലോ അത് മുഴുവൻ പോകണം, എന്നെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അവിടെ ഞാൻ കഴുകി സുന്ദരി ആക്കിയതിന് ശേഷമേ ചട്ടിയിലിട്ട് കറിയാക്കുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഇങ്ങനത്തെ പ്രശ്നമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഈ ഒരു കാര്യത്തിലല്ല, എനിക്ക് പൊതുവെ കുറച്ച് വൃത്തി പ്രശ്നമാവാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇപ്പം എനിക്കങ്ങനെ വീടൊന്നും എപ്പോഴെപ്പോഴും ക്ലീൻ ആക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ കുറേയൊക്കെ വൃത്തികേടായിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ രണ്ടാമത്തെ കുട്ടിയായ ശേഷം ഒന്നും ഒരു പണിയും നേരെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം എന്താ വെച്ചാൽ ഇവനാകെ ഒരു അരമണിക്കൂർ ഉറങ്ങെങ്കിലായി. അപ്പോൾ പിന്നെ ഇവനും എൻ്റെ കൂടെ ഈ മീൻ മുറിക്കാനും മീനിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. ഏത് പണിയായാലും ഇപ്പോൾ തുണി അലക്കുവാണെങ്കിലും ഇന്നിപ്പോൾ അവൻ ഉറങ്ങുന്നതുകൊണ്ട് ആ തുണിയൊക്കെ അലക്കിയെടുത്തു. അല്ലെങ്കിൽ ആ തുണി അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ അവനെയും കൂട്ടിയിട്ട് തന്നെ ഞാൻ അലക്കും. പിന്നെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പണ്ടുള്ള ഈ അമ്മമാരൊക്കെ പറയും പിന്നെ എന്താ ബുദ്ധിമുട്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറയും. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ കടലക്കറി മീൻ വറുത്തു. പിന്നെ ഞാൻ ഈ മീനുണ്ടല്ലോ ഇങ്ങനെ വറവ് പോലെ ഈ പീരയാക്കി വെച്ചു, വറ്റിച്ച് വെച്ചതാട്ടോ, തേങ്ങയൊക്കെ ഇട്ടിട്ട്. ഞാൻ ചോറൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അവന് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് അവന് ഭയങ്കര ക്ഷീണം. അപ്പോൾ പിന്നെ ഒന്നും പറയണ്ട. പിന്നെ പകലൊക്കെ കളിച്ച് കിടന്ന് ഇപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല പനി. അപ്പോഴത്തേക്ക് മോൻ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ ഇന്നിപ്പം ചായക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും ആക്കിയില്ല. അപ്പോൾ ചോറ് കഴിക്കാമെന്ന് പറയുമ്പോൾ അവന് ചോറ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മിച്ചറൊക്കെ കൊടുത്തു, ചായയൊക്കെ വെച്ച് കൊടുത്തു. റസ്ക് ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡും പീനട്ട് ബട്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ അവന് ചായ കൊടുത്തു. അപ്പോൾ ഇവന് ഞാൻ കുറച്ച് അതിൽ നിന്ന് പീനട്ട് ബട്ടറും ബ്രെഡും കൂടെ കുറച്ച് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അവനൊന്നും വേണ്ട കഴിക്കാൻ, പനി ആയതുകൊണ്ട്. അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ കളിക്കുവാണ്. എൻ്റെ ഇടയ്ക്ക് തമ്മി വഴക്ക് വിടുന്നുണ്ട്. പോലീസിന് ആയിക്കോട്ടെ. അമ്പു ഇങ്ങനെ ചെറിയ കുട്ടി അമ്പു അതാ ഇതാ അവൻ്റെ ഏട്ടനെ തൊട്ട് ഗുണ്ടസാബു. പിന്നെ ഇവരെ ഏട്ടനും അനിയനും ഓക്കെ കളിക്കാൻ സാധനമൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അടിയായി. പിന്നെ ഏട്ടനും അനിയനും ആരും മോശക്കാരൊന്നും അല്ല, എല്ലാവരും ജഗജില്ലികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴത്തേക്ക് ഷിറ്റുവിന് പനി നിൽക്കുന്നേ ഇല്ല. അപ്പോൾ പിന്നെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും പാലക്കുന്നിലെ ഇന്ത്യാന ഹോസ്പിറ്റലാട്ടോ കാണിക്കില്ല. അവിടെ ഡോക്ടർ മിഥുൻ മാധവനെ കാണിക്കില്ല, നല്ല ഡോക്ടറാട്ടോ. നമ്മളിപ്പോൾ കുറച്ചായതേ ഉള്ളൂ കാണിക്കാൻ തുടങ്ങിയിട്ട്. നല്ല വ്യത്യാസമുണ്ട്, വേഗം കുറയുന്നുണ്ട്.
അങ്ങനെ അവിടെ ടോക്കൺ എടുത്ത് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ആളായിരുന്നു കേട്ടോ, ഒരുപാട് ആളുണ്ടായിരുന്നു. പിന്നെ ഇത് പനിയുടെ സീസണാണെന്ന് തോന്നുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഈ പനിയും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട്. അങ്ങനെ കുറേ സമയം കാത്തു നിന്നു. ഇവനാണെങ്കിൽ അതിൽ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നതുകൊണ്ട് പുറത്തെടുത്തുകൊണ്ട് പോയി നിൽക്കുക കേട്ടോ. പിന്നെ നമുക്ക് അമ്മയ്ക്കും മക്കൾക്കും എപ്പോൾ പുറത്തിറങ്ങിയാലും എന്തെങ്കിലും ഒരു സാധനം പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ പിന്നെ ഞാനിന്ന് ഇവരോട് ചോദിക്കുക, ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ എപ്പോഴും ഉണ്ടല്ലോ, ഞാൻ പോകുമ്പോൾ എപ്പോഴും കാപ്പി, നല്ല കാപ്പിയുടെ മണം വരും. അപ്പോൾ ഇന്നും കാപ്പിയുടെ മണം വരുന്ന കണ്ടിട്ട് ഞങ്ങൾ അവരോട് കാപ്പി കഴിച്ചു. അപ്പോൾ ആ കാപ്പി അവിടെ തീർന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര നിരാശപ്പെട്ട് കുറേ സമയം അതിൽ നടന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം എന്താ വെച്ചാൽ അവൻ താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ കുറേ പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവരിവിടെ കളിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത്. താഴെ വിട്ടാൽ പിന്നെ കൈമ വരികയില്ല, പിന്നെ നമ്മൾ ഇവൻ്റെ പുറകെ ഓടേണ്ടി വരും. കുറച്ച് കുറവുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ പനിയുടെ മരുന്ന് കൊടുത്തിട്ടോ വന്ന്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ കട കണ്ടപ്പോൾ എല്ലാവർക്കും പിള്ളേർക്കും ആർക്കും ഒരു അസുഖമില്ല, എല്ലാവർക്കും നല്ല സന്തോഷമായി. അങ്ങനെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചു, അവിടുന്ന് വന്നു കേട്ടോ. പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അമ്പൂനെ അമ്പൂന്ന് വിളിക്കേണ്ടെന്നാണ് കേട്ടോ അവൻ പറഞ്ഞേക്കുന്നത്. അനൂട്ടെന്ന് വിളിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവന് അമ്പൂന്ന് വിളിക്കുമ്പോൾ നാണക്കേടാണ് അത്രേ. അപ്പോൾ ഞാൻ ഇനി മുതൽ അവനെ അനൂട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അനൂട്ടനെ നമുക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനെ അവിടുന്ന് സ്കൂളിൽ വിടാമെന്നാണ് പറഞ്ഞത് നാളെ. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി, എന്ന് വെച്ചാൽ അവനെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെ അവിടെ ആക്കിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ വീണ്ടും വരാം. ബൈ.